മറിഞ്ഞ അടി അടിക്കണത്, അതൊന്നും പറയാനില്ല. എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങോട്ട് പാടാ. ഞാൻ ഫ്രോഗ് എടുത്തപ്പോൾ വീണടിച്ചു. എന്നെ ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റില്ലത്. സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഴയ പോലെ തന്നെ കാസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. നമ്മുടെ പുഴയിൽ തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ നമുക്ക് ആ ഇൻട്രോ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തത് ആദ്യത്തെ ഒരു മീൻ അടിച്ചിട്ട് നമ്മൾ ഇൻട്രോ എടുത്തത്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 3/4 കിലോ റേഞ്ചേ ഉള്ളൂ ഒരു മീൻ. അവിടെ J2 തന്നെ അടിച്ചേക്കണത്. J3 തന്നെ അടിച്ചേക്കണത്. എന്താ നല്ല ഹുക്ക് പ്രശ്നം. നമ്മൾ ഹുക്ക് പോലും ചെയ്തിട്ടുണ്ടതില്ല, പക്ക ഹുക്കായിരുന്നു ഇത്. നമുക്ക് വള്ളത്തിൻ്റെ പങ്ക് തന്നെ ഒരു ചേച്ചിയുണ്ട്. നമ്മൾ ആ ചേച്ചിക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത ഒരു മീനാണ്. വലിയ സൈസൊന്നുമില്ല, അവർ 2 പേരേ ഉള്ളൂ. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാണ്. അപ്പം അതൊന്നും കിട്ടുവാണെങ്കിൽ ഒരെണ്ണം ചെറുത് കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നല്ല ഈ മീനെ റിലീസ് ചെയ്യാൻ പാകത്തിലുള്ള മീനാണ്. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്യാനില്ല, ഇതിനാ ചേച്ചിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് നേരെ മുമ്പോട്ട് പോവുക. നമ്മളിത് ഇങ്ങനെ പുഴ എടുക്കുക. ഏകദേശം സമയം ഒരു 6-6:15 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാനും ഉണ്ട്, നമ്മുടെ ജിതിൻ ഭായി ഉണ്ട് കൂടെ. ജിതിൻ ഭായി ഒരു ചെസ് ഹോൾഡറും സാധനം മേടിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഒരു ചാനലും അവിടെ ഓപ്പൺ ആവുന്നതാണ്. സംഭവം ഓൾറെഡി ഓപ്പൺ ആണ്. ഇനി അതിൽ മീനൊക്കെ അടിക്കുന്ന വീഡിയോ, നല്ല പെടക്കം വീഡിയോ ആയിട്ട് നിങ്ങൾ നേരെ ആ ഒരു വീട്ടിൽ കാണാം. അപ്പോൾ ഓക്കെ, കഴിഞ്ഞ ദിവസം നമുക്ക് മീനടിച്ച സ്ഥലത്ത് നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഒരു ഏരിയയാണ് സ്ട്രൈക്ക് കിട്ടിയത്. മണതടിക്കാൻ സമയമില്ല, ഇവിടെ ആരുമില്ല. അല്ലെങ്കിൽ ആദ്യത്തെ എറിഞ്ഞപ്പോൾ അടി കിട്ടിയാനെ. മണൽ കിടന്ന് ഉറങ്ങു വന്നുണ്ടോ? സ്ട്രൈക്കടാ. അതെ, ആദ്യത്തെ ഒരു ചേറൻ. അത് ഹുക്കപ്പ് പോലും ചെയ്തില്ല, ഓട്ടോമാറ്റിക് തന്നെ ഹുക്കായതാണ്. ആ വന്ന് പതുക്കെ എടുത്തുകൊണ്ട് പോയി, ഇതേ ഹുക്കായി, ഇതേ കയറ്റി. നമ്മളെ ആദ്യത്തെ മീൻ നമ്മളാ ചേച്ചി കൊടുക്കാനുള്ള മീനായി. നമുക്കൊരു അവിടെ നമ്മുടെ ഒരു പങ്കായ തന്നെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് ഒരു മീനാണ് പറഞ്ഞത്. ആ ചേച്ചിക്ക് ഒരു മീനായുണ്ട്. ആദ്യത്തെ മീനെന്നെങ്കിൽ ആ ചേച്ചിക്ക് നമ്മൾ സ്പോൺസർ ചെയ്യുന്നു അല്ലേ. വലിയ സൈസൊന്നുമല്ല, ഒരു 3/4 കിലോ റേഞ്ചേ ഉള്ളൂ. അവർ 2 പേരോടെ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, ഇന്ന് ലിപ്പറൊക്കെ ഇടുന്നത് മണൽ വാഗനൊക്കെ തൂക്കിപ്പറിയെടുക്കാം. ലിപ്പറിനെ എല്ലാം എടുത്തിട്ടുണ്ടെന്ന് ഉണ്ട്. അതിൽ അണ്ണാക്കില്ല, ചെറിയ മീനായാലും അവൻ അങ്ങ് കൊണ്ടേക്കും. അതിന് അവനെ തിന്ന് കളഞ്ഞ അങ്ങോട്ട്. ഒരു രക്ഷത്തെ ഹുക്കാട്ടോ. ഇതേ മീനെ കിട്ടും. പിന്നെ ഉണ്ട്, നമ്മൾ ചൂണ്ടിടാൻ വരുമ്പോൾ ആദ്യത്തെ മീനെ കളയാൻ പാടില്ലെന്നാണ്. പിന്നെ ഇതാണ് നമ്മുടെ J3. എത്ര മീനടിച്ചിട്ട് ഈ റബ്ബറിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. എൻ്റെ അച്ഛനെ കഴിഞ്ഞ ദിവസം മണ്ണടിച്ചപ്പോൾ ചെറുതായിട്ടൊന്നൊരു ചെറിയൊരു വര വന്നു പല്ലിൻ്റെ. എന്നാലും കീറിയിട്ടൊന്നുമില്ല കേട്ടോ, ഉള്ളൊന്നും കീറിയില്ല. അടിപൊളി ഫ്രോഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കളറൊന്നും ഫെയിലാവുന്നില്ല. ചെറുതായിട്ടൊക്കെ പോകുന്നുണ്ട്, തുമ്പ് വശം മാത്രം ചെറുതായിട്ട് പോകുന്നുണ്ട്, നല്ല കുഴപ്പമില്ല. ഷാർപ്പ് ഹുക്കാവുന്നുണ്ട്, ഉണ്ടോ, നല്ല ഷാർപ്പ തുമ്പ്. അപ്പോൾ ഇത് കറക്റ്റ് മീനിൻ്റെ വായിൽ കയറുന്നൊരു പാകത്തിനുള്ളൊരു ഫ്രോഗാണ്. ഇങ്ങനെ വന്ന് എടുത്തു കഴിഞ്ഞാൽ മൊത്തം എടുത്തുകൊണ്ട് പോകും.
അത് പോണ വഴിക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തിരിച്ച് പോണ വഴിക്ക് തന്നെ അതിൽ ഹുക്കാവുകയും ചെയ്യും. പിന്നെ മീൻ കയറണ ഓരോരുത്തരും ഭാഗ്യം പോലേക്കും അത്രേ ഉള്ളൂ. നമ്മളതിൽ ഇതേ ഉള്ളൂ. പക്ഷെ മറിന് അടിക്കണത് അതൊന്നും പറയാനില്ല. തീരടി നല്ല ആക്ഷൻ. നമ്മൾ ഇതിന് പോപ്പിംഗ് വേണമെങ്കിൽ പോപ്പിംഗ് ആക്ഷൻ, സ്ലോ റിട്രീവ് ആണെങ്കിൽ സ്ലോ റിട്രീവിലൊരു ആക്ഷൻ, സ്പീഡ് ആക്ഷൻ ഉണ്ട്. എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ടൈപ്പിന് ആക്ഷൻ നമുക്ക് ഇതിൽ തന്നെ ഓൾറെഡി ഈ ഫ്ലോയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ഓരോ ചെസ്റ്റ് കഴിഞ്ഞ ദിവസം മണലടിച്ചൊരു വീഡിയോ ഞാനത് പോപ്പിംഗ് ആയിട്ടെന്ന് കൊടുത്തപ്പോഴാണ് ആ മണൽ കടിച്ചത്. പിന്നെ ജിതിമ്പായും കഴിഞ്ഞ ദിവസം ഒരു മണലടിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ജസ്റ്റായിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെന്ന് വെള്ളത്തിൽ വീണ് അങ്ങ് വലിച്ചു പോലും ചെല്ലുന്നു പറഞ്ഞു. അപ്പോൾ വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞത് വെള്ളത്തിൽ വീണ വഴി അടിച്ചോണ്ട് പോയി. മീൻ അറിയാമായിരുന്നു തോന്നണം അവിടെ ഇപ്പോൾ വീഴുമെന്ന് അറിയാം, ജേറ്റ് ഉപ്പത്തിന് വരുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ വായും വിളിച്ചോളിക്കുമായിരുന്നു. അതായത് നമുക്ക് ഈ സ്ഥലം വഴി ഇങ്ങനെ ഫുള്ള് കാസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം കേട്ടോ. ദൂരം കൂടുതലായിരുന്നു അങ്ങ് പോവുക. ഇതേ അവിടെ ആയിരുന്നു നോക്കാം നിൻ്റെ സ്ഥലം, മീനടിച്ച സ്ഥലം. കാലത്തല്ല നമുക്കന്ന് അടിച്ചത്. അവിടെ ഒരു ദിവസം മീനടിച്ചിട്ട് 3 പ്രാവശ്യം മീനടിച്ചു. അത് 3 മീനായിരുന്നു. പിന്നെ ഒരു മീൻ മിസ്സായി പോയാൽ പിന്നെ ആ തുടരില്ല, ഏതോ വഴി എങ്ങോട്ടോ പോയി. റൈറ്റ് പിടിച്ചറിയ കേട്ടോ. വെച്ചാൽ വെള്ളം അങ്ങോട്ട് പോകണം. അവിടെ നമ്മൾ പോണ സ്ഥലത്തൊരു മീനുണ്ട്. അപ്പം ഈ ഇരുട്ടത്ത് മാത്രം ഒന്ന് അടിക്കുകയുള്ളൂ. ആ ഇരുട്ടത്ത് മീനെ പിടിക്കാൻ വേണ്ടി ഇന്ന് നേരത്തെ ഇറങ്ങി. ഇരുട്ടത്ത് മാത്രം അടിക്കുന്ന മീനുണ്ട്. അമ്മമാരോട് പിടിങ്ങി വെട്ടത്തടിക്കില്ല അമ്മമാർ, ഇരുട്ടത്ത് മാത്രം അടിക്കുള്ളൂ. പിന്നെ പിടിക്കാൻ പോകുന്ന ഓർത്തായിരുന്നു. പക്ഷേ സമയം പോയായിരുന്നു. എഴുന്നേറ്റ് വന്നപ്പോഴേക്ക് സമയമായിരുന്നു. സ്ട്രൈക്ക് അവൻ എവിടുന്ന് അമ്പലം ഇടന്നുണ്ടെന്ന് അറിയിച്ചാൽ ഇവിടെ ആരുമില്ല. ഇവിടെയൊക്കെ അന്ന് എന്തോ അബദ്ധവശാൽ കയറിയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ദിവസം വന്നിട്ട് നമ്മൾ നേരെ ഇവിടെ ഇട്ടിട്ട് അവരടിയിട്ടില്ല. എറി അടിക്കുന്നതിനാണ് ആ വള്ളം വന്ന് മേടിച്ച് പോയി തന്നെ. ഞാൻ ഒരു സ്ട്രൈക്ക് കിട്ടിയ സമയത്ത് വള്ളവും പാസ്സായിപ്പോയി, മീനും പാസ്സായിപ്പോയി. കേട്ടോ അടിച്ചാ എടുത്തില്ല. എന്തൊരു വാശിയാണോ അതിന്? അതെടുത്തു പോനെ. എങ്ങോടാ പോകുന്ന? ഇങ്ങോട്ട് പാടാ. അതെ, പെടലി പിടിഞ്ഞു വന്നാണോ? എന്റെ ഫ്രോഗ് അവൻ തട്ടിയ ഹോളിൽ വായിലും അടിവശത്ത് കയറിയത്.
ഇപ്പം രണ്ടാമത്തെ മീൻട്ടാ. ഉടായിപ്പോൾ വലിച്ചുകൊണ്ടൊന്നും പോകണല്ലോ പുള്ളി. ഇത് തന്നെയായിരുന്നു ആദ്യം അടിച്ചത്. ഞാൻ കണ്ടായിരുന്നു പറയാൻ അടിച്ചത് തന്നെയാണ്. ഞാൻ മീനെ കണ്ടായിരുന്നു, ചെറുതായിരുന്നു. ഇതിനെ നമുക്കത് കൊല്ലിലിടാം. അല്ല, ജേറ്റുവിൻ്റെ മായാജാലങ്ങൾ കണ്ടോ? കിട്ടുക്കും ബ്രോ, ഒന്നും പറയാനുള്ളത്. നല്ല ഹുക്കപ്പ്. ഒരെണ്ണം അടിവശം വഴി, ഒന്ന് വായ വഴി, ഒന്ന് വായിക്കൂടെ, ഒന്ന് അടിയിൽ കൂടെ കയറിയാണ് കേട്ടോ. അത് പെടലിരിഞ്ഞു വന്നത്. അയ്യോ, എന്നാ കയ്യും പൊട്ടി. അടിക്കല്ലടാ. അല്ല, ഞാൻ ആദ്യം അടിച്ചില്ലേ, എനിക്ക് ആദ്യം അടിച്ചില്ലേ, ആദ്യം അടിച്ച് ഞാൻ എടുത്തെന്ന് പറഞ്ഞു. ഞാൻ കറക്കി കൊണ്ട് ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം മീനങ്ങ് അങ്ങ് മീനൊന്നും ഒന്നും അനങ്ങണില്ല. രണ്ടാമത്തെ അടിയിലാണ് നേരെ വലിച്ചോണ്ട് അതൊക്കെ പോകണ്ട പുള്ളി. ഇതെല്ലാ ഒരു സ്പോട്ട് കണ്ടോ, പുല്ല് പിടിച്ചാണ് ആ സൈഡ് മറ്റോ. അവിടെ നല്ല അടിപൊളി മീനുകളുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാണെങ്കിൽ ഇവന്മാരൊന്നും സ്ട്രൈക്ക് ചെയ്യില്ല. പക്ഷേ മറിച്ച് കണ്ണ് പോലും കാണാൻ പറ്റില്ല. ഇരുട്ടത്ത് വന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒച്ചയേക്കാം. പട്ടോ ഈ തേങ്ങ വന്ന് വെള്ളത്തിൽ വീഴുന്നുണ്ടാവും, അതുപോലത്തെ ഒച്ചയാണ്. പക്ഷേ മര്യാദയ്ക്ക് എടുക്കുകയും ചെയ്യില്ല. പകലെന്ന് വെച്ചിട്ട് നമുക്ക് നോക്കാം. തനിച്ച് നമുക്ക് മീൻ അവിടെ നിന്ന് മിസ്സായി പോയായിരുന്നു. മിസ്സായി പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹുക്കൊക്കെ ആയതായിരുന്നു, മീൻ എണ്ണാക്കിലായിരുന്നു, ഫ്രോഗ് എണ്ണാക്കിലായിരുന്നു. അതെങ്ങനെ പോയെന്ന് വിട്ട് വെച്ചാൽ നമുക്കൊരു ഒരുപാടില്ല. നമുക്കെന്തായാലും അവിടേക്ക് ഒന്ന് പോയി പതുക്കെ കാസ്റ്റ് ചെയ്തൊക്കെ വെച്ചാൽ നമ്മളൊന്ന് ഇന്നലെ അപ്പുറത്തേക്ക് തന്നെ പോകണത്. അവിടെ പോയി കാസ്റ്റ് ചെയ്തിട്ടങ്ങ് വരാം. വെള്ളം പോയി മൊത്തം ഇളകി പറഞ്ഞു അടുത്ത്. എടുത്തോ, അടുത്ത മോനെ കളയണ്ട. പോട്ടെ 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 പോട്ടെ. ഓടാ എന്നാ അല്ല, ചെസ് ഹോൾഡർ അടിക്കുന്നത് ഇച്ചിരി പാടാ മോനെ. ചെസ് ഹോൾഡർ അടിക്കുന്നത് ഇച്ചിരി പാടാ. കുഴപ്പമില്ലാത്തൊരു മീനായിരുന്നു. ഞാൻ പോയി അടിച്ച് കയറിയത് അവൻ്റെ ഹോൾഡറിൽ നിന്ന് ഉടക്കിപ്പോയി. അതുകൊണ്ടാണ് മീൻ പോയത്. അയ്യോ, എൻ്റെ അവന് മേടിച്ചു പോയി. ഞാൻ ഫ്രോഗ് എടുത്തപ്പോൾ വീണടിച്ചു. എന്നെ ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റില്ലത്. പേടിച്ചും പോയി മനുഷ്യൻ. ആ ആണല്ലോ ചേർന്ന.
ഓട്ടാ ചെകളെ ഇവിടെ എടുത്താൽ ചേർന്ന് ഇത്ര ഉപ്പ് കുറവാറുണ്ട്. അങ്ങനെ ആ മീൻ പോയി. നല്ല സൈസ് മീനായിരുന്നു. കരയിൽ കൂടെ ആണോ വന്നത്? കരയിൽ കൂടെ ആണോ വന്നേന്ന്? കണക്കുണ്ട്. അതിന് അവിടുത്തെ വെള്ളം ഒരു വൃത്തിയായിട്ട രീതിയിൽ വെള്ളം കയറും. അടിച്ചടാ. പുള്ളിക്കേറി മോനെ ഇല്ല, പുള്ളിക്കയറ്റം സമ്മതിച്ചില്ല. മീനടിച്ച് പുല്ല് കയറി ഇല്ല ഇല്ല. ഞാൻ തൂക്കിയിട്ടുള്ളൂ. ക്യാമറയൊക്കെ തെറിഞ്ഞ് മറിഞ്ഞു പോയി. നമുക്ക് ഒരു മീൻ ഇച്ചിരി കൊടുത്തു മീൻ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പുല്ലി കയറുമെന്ന് ഓർത്തായിരുന്നു. പുല്ലിക്കയറ്റം സമ്മതിച്ചില്ല. കൊട്ടുംകൂറ് ഉപ്പ് കൊടുത്ത് പട്ടപ്പട്ടയിൽ നോക്കി കൊടുത്ത് വേണ്ട. അടിച്ചോ? എന്നെ വലിച്ചുകൊണ്ട് പോയതാ. നന്നായി. രണ്ടാമത്തെ അടി അവൻ്റെ കാരണം കിട്ടിയായിരുന്നു. അത് മിസ്സായി പോയി. അപ്പോൾ ഞങ്ങൾ വേഗം പടപടയെന്ന് പറയുന്ന മീനെ ചാക്കിലിടുവാണ്. പൊളിക്കലടാ പൊളിക്കൽ. നല്ല ഹുക്കുണ്ട്. ഹുക്ക് കണ്ണാക്കിലോട്ട് ഹുക്ക്. നല്ല പടക്കം ഹുക്കാം. നാക്കിലെ കയറിയണത്. ഈരടി കയറുന്നത് അടിക്കാണ്ടിരിക്കില്ല. ഹുക്ക് ഓപ്പൺ ആയിരിക്കും. തീരടി ഒരു 2 കിലോ മേലുള്ള മീനാണ്. ഒച്ചയായിട്ടില്ല. ഞാൻ കേട്ടോ പൊടക്കെന്ന് വെച്ചാൽ അതൊന്നും ചടിച്ചെന്ന് വെച്ച് ഊരാൻ പറ്റില്ല. എത്താൻ പറ്റില്ല. പൊട്ടക്കാൻ പറ്റുന്ന ഇവിടെ മീനടിച്ച്. ഇവിടെ മീനടിച്ചെന്ന്. ക്ലിപ്പറിലായിരുന്ന പണിയായിരുന്നു. വെള്ളത്തിൽ കളയായിരുന്നു അറിയായിരുന്നു. ഓടാ ഒരാൾ ഉണ്ട്. അതൊക്കെ തന്നെ
കിട്ടി മോനെ. എടാ രണ്ടാമത് ഹുക്ക് കൊടുക്കാൻ സമയം കിട്ടണമെന്നേ. ജേറ്റു നീ വളരെ മോശം കേട്ടോ. J3 നല്ല മീനായിരുന്നു. രണ്ടാമത് ഹുക്ക് കൊടുക്കാൻ സമയം കിട്ടണമെന്നേ. അത് നേരെ വിളിച്ച് ഇപ്പുറത്തേ പോയിരുന്നു. ഫുള്ള് എടുത്തായിരുന്നത്. അടുത്ത ഒന്നും കൊടുത്തോ. ആ ഓക്കെ ഓക്കെ. കേട്ടോ അവിടെ നല്ല നോക്കാം, കുഴപ്പമില്ല. എൻ്റെ പൊന്നെ. ഓക്കെ ഇടിയിട്ടുണ്ട്. നമുക്കിത് അടുത്ത വേറൊരു മീനാണ് വന്നത്. ജിതിൻ ബൈക്ക് അടിച്ചിട്ടുണ്ട്. കറുത്ത കളറാട്ടോ, കരിഭൂതം. എൻ്റെ കൊടുത്ത് എൻ്റെ ഞങ്ങൾ നല്ല മീനായിരുന്നു തോന്നുന്നത്.